ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ തുടങ്ങി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയ സംഘം രേഖകൾ പരിശോധിച്ചു. ശബരിമല ശ്രീകോവിലിലെ കട്ടിളയിലെ സ്വർണവും ചെമ്പായി രേഖപ്പെടുത്തിയെന്ന് മഹസറും പുറത്തുവന്നു. ദ്വാരപാലക ശില്പത്തിലേത് സ്വർണം തന്നെയാണെന്ന് വ്യക്തമാക്കി മുൻ തന്ത്രി കണ്ഠരര് രാജീവര് രംഗത്ത് വന്നതോടെ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അധികൃതർ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെയും ശ്രീകോവിലിലെ കട്ടിളയിലെയും സ്വർണം എവിടെ? സ്വർണം ചെമ്പാക്കി നടത്തിയ തട്ടിപ്പിന് കൂട്ടുനിന്നതാരൊക്കെ? ഈ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അതിവേഗം SIT. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജു രാധാകൃഷ്ണനും അനീഷും രേഖകൾ പരിശോധിച്ചു. ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ഇവർ വാങ്ങി. രേഖകളും റിപ്പോർട്ടും വിശദമായി പരിശോധിച്ച ശേഷം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ശ്രീകോവിലിലെ കട്ടിളയിലെ സ്വർണവും ചെമ്പാക്കി രേഖപ്പെടുത്തിയതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളും മീഡിയ വണ്ണിന് ലഭിച്ചു. മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇയാളാണ്. മൂരാരി ബാബുവാണ് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന കാര്യത്തിൽ തന്നെ സമീപിച്ചതെന്ന് മുൻ തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞു. അനുമതി തേടിയിരുന്നു, അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ, കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അത് അന്വേഷിക്കട്ടെ, അവർ കണ്ടെത്തട്ടെ. എനിക്കതിൽ പങ്കുണ്ടെങ്കിൽ പോലും ഞാൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.